ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ചൈനയിൽ നിന്നും കുട്ടികളെ ദത്തെടുക്കാൻ വിദേശികൾക്ക് അനുമതി നൽകേണ്ട എന്ന് ഭരണകൂടം തീരുമാനിച്ചു. ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിന് ഒരു കുട്ടി എന്ന നയം സ്വീകരിച്ചതിനെ തുടർന്നാണ് വിദേശികൾക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള അനുമതി നൽകി തുടങ്ങിയത്. ഇങ്ങനെ 16,000 കുട്ടികൾ ചൈനയിൽ നിന്നും വിദേശികൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ പകുതിയിൽ കൂടുതലും അമേരിക്കയിലാണ്. എന്നാൽ ജനസംഖ്യാ നിയന്ത്രണത്തെ തുടർന്ന് ചൈനയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്തു. ഇതേ തുടർന്ന് ജനസംഖ്യാ നയം മാറ്റുകയും ഒരു കുടുംബത്തിന് 3 കുട്ടികൾ വരെ ആകാം എന്നു തീരുമാനിക്കുകയും ചെയ്തു. ദത്തെടുക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ നിരോധനം. എന്നാൽ ഒരു പുണ്യപ്രവൃത്തിയായി ദത്തെടുത്ത് കുട്ടികളെ വളർത്തുന്നവർക്കൊപ്പം ചില കള്ളനാണയങ്ങളുമുണ്ട്. ഗർഭധാരണവും പ്രസവവും ഒഴിവാക്കാനാണ് ഇവർ ദത്തിന് ശ്രമിക്കുന്നത്. ഞായറാഴ്ച ഇസ്രായേൽ വീണ്ടും സിറിയയെ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 29 പേർക്ക് ഗുരുതരമായി പരിക്കു പറ്റുകയും ചെയ്തു. സിറിയയിൽ പ്രവർത്തിക്കുന്ന ആയുധ നിർമ്മാണ സ്ഥാപനത്തിനു നേരെയായിരുന്നു ആക്രമണം. ലബനോൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകരന്മാർക്ക് മാരകമായ രാസായുധങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഈ സ്ഥാപനമാണ് എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഹിസ്ബുള്ള ഭീകരന്മാർ ഉപയോഗിക്കുന്ന മിസൈലുകൾ നിർമ്മിക്കുന്നതും ഈ കമ്പനിയാണ്. സിറിയയ്ക്കുള്ളിലാണ് ഈ ആയുധ നിർമ്മാണ കമ്പനി. എന്നാൽ ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഇസ്രായേൽ അതിർത്തിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് തടയാനാണ് ഈ ആക്രമണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ സിറിയൻ ആക്രമണം. സിറിയൻ കമ്പനിക്കെതിരെയാണ് ആക്രമണം എങ്കിലും ഇത് ഇറാനെതിരെയുള്ള ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് 1500 പേരെ കൊല്ലുകയും 200-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതിൽ 101 പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ്. ഇക്കൂട്ടത്തിൽ യഹൂദന്മാരും അമേരിക്കൻ പൗരന്മാരുമുണ്ട്. ഇവരെ മോചിപ്പിക്കണം എന്ന ആവശ്യം വളരെ ശക്തമാണ്. ഇസ്രായേലിൽ മാത്രമല്ല അമേരിക്കയിലും ബന്ദികളുടെ മോചനം വലിയ ഒരു വെല്ലുവിളിയായി തുടരുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഭരണത്തിനുള്ള പിന്തുണ പിൻവലിക്കും എന്നാണ് കൂട്ടുകക്ഷി മന്ത്രിസഭയിലെ ചില കക്ഷികളുടെ ഭീഷണി. പ്രസിഡന്റ് ബൈഡൻ ഇസ്രായേലിൻ്റെ മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണം എന്നാണ് ബന്ദികളുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെങ്കിൽ യാഹ്യ സിൻവറിനെയും അനുയായികളെയും ഗാസയിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കാം എന്നൊരു വാഗ്ദാനം ഇസ്രായേൽ ഞായറാഴ്ച നൽകിയിട്ടുണ്ട്. ഒക്ടോബർ യുദ്ധത്തിൻ്റെ ആസൂത്രധാരകനായ സിൻവറെ വധിക്കും എന്ന തീരുമാനം മാറ്റിയത് സ്വാഗതാർഹമായ ഒരു നടപടിയാണ്.
വിവാദമായ നിയമപരിഷ്കരണ ബില്ലിൻ്റെ ചർച്ച മാറ്റിവെക്കാൻ മെക്സിക്കോ തീരുമാനിച്ചു. എല്ലാ തലങ്ങളിലുമുള്ള ന്യായാധിപന്മാരെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ നിയമം പരിഷ്കരിക്കുന്നതിനുള്ള ബില്ലാണ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭയിൽ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് ഒബ്രാഡോറിൻ്റെ പല പദ്ധതികളും സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഒഴിവാക്കാനാണ് നിർദ്ദിഷ്ട നിയമപരിഷ്കരണം. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിക്കുന്നവരെ ന്യായാധിപന്മാരായി നിയമിക്കാൻ നിർദ്ദേശിക്കുന്നതാണ് പുതിയ നിയമം. എല്ലാ തലങ്ങളിലുമുള്ള ന്യായാധിപന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിരിക്കും. ഇത് നിയമവാഴ്ചയെ തകർക്കും. തന്മൂലം ജനാധിപത്യം ഇല്ലാതാവുകയും രാഷ്ട്രീയ പാർട്ടികളുടെ ഏകാധിപത്യം വളരുകയും ചെയ്യും. അതുകൊണ്ട് ഈ നിയമം പാസാക്കരുത് എന്നാവശ്യപ്പെട്ട് ജനങ്ങൾ ഞായറാഴ്ച തെരുവിലിറങ്ങി. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ അധോമണ്ഡലത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇന്ത്യയിൽ ആദ്യമായി ഒരു മങ്കി പോക്സ് കേസ് സ്ഥിരീകരിച്ചു. രോഗബാധയുള്ള സ്ഥലത്തു നിന്നും എത്തിയ ഹരിയാന സ്വദേശിയിലാണ് ഈ രോഗം കണ്ടെത്തിയിരിക്കുന്നത്. യാതൊരുവിധ ആശങ്കകളും വേണ്ടെന്നും എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ രോഗം പടർന്നു പിടിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ ഇല്ല. മരുന്നുകൾ മാത്രമല്ല, ശുദ്ധജലം പോലും ലഭിക്കുന്നില്ല. രോഗബാധിതരെ മാറ്റി താമസിപ്പിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളില്ല. ഒന്നിലധികം രോഗികൾ ഒരേ കിടക്ക പങ്കിടുന്നു. രോഗിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്നത് തടയാൻ കഴിയുന്നില്ല. ഈ ക്ലേശങ്ങളുടെ നടുവിലും ആഭ്യന്തര യുദ്ധം പൂർവാധികം ശക്തമായി തുടരുകയാണ്. യുദ്ധം മൂലം മരുന്ന്, വാക്സിൻ തുടങ്ങിയവയുമായി വരുന്ന വാഹനങ്ങൾക്ക് പോലും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്ത ലോക സമൂഹം കുറ്റകരമായ മൗനത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതിനെ തുടർന്നാണ് തൽസ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി കമല ഹാരിസിനെ നിർദ്ദേശിച്ചത്. കമല വന്നതോടെ പ്രചരണങ്ങൾ ശക്തമായെന്നും ഡെമോക്രാറ്റിക് പാർട്ടി നേരിയ ലീഡ് നേടിയെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ ചൊവ്വാഴ്ച 2 സ്ഥാനാർത്ഥികളും പങ്കെടുത്ത സംവാദവും നടന്നു. നയങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല, രണ്ടുപേരും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നടത്തി. ഈ സംവാദത്തിൽ താൻ ജയിച്ചു എന്നാണ് റൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ നേരിയ മുൻതൂക്കം കമലയ്ക്കായിരുന്നു എന്നാണ് ഒട്ടുമിക്ക സർവേ ഫലങ്ങളും പറയുന്നത്. ഇത് ശരിവയ്ക്കുന്നതാണ് അടുത്ത സംവാദത്തെക്കുറിച്ചുള്ള ട്രംപിൻ്റെ പ്രതികരണം. ഞാൻ വിജയിച്ചു, ഇനി ഒരു സംവാദത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. 10 പ്രവചനങ്ങളിൽ 9 എണ്ണവും കൃത്യമായി പ്രവചിച്ച ഒരു അമേരിക്കൻ ചരിത്രകാരനാണ് അലൻ ലിറ്റൻ. കമല പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവചനം. ലിബറൽ പാർട്ടിയുടെ നേതാവും കാനഡയുടെ പ്രധാനമന്ത്രിയുമായ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നൽകുന്ന പിന്തുണ NDP പിൻവലിച്ചതിനെ തുടർന്ന് ഭരണകക്ഷി പാർലമെന്റിൽ ന്യൂനപക്ഷമായി. 2022 തങ്ങൾ ട്രൂഡോയുമായി ഉണ്ടാക്കിയ കരാറിൽ നിന്നും പിന്മാറുന്നതായി NDP നേതാവ് ജഗ്മീത് സിംഗ് പ്രധാനമന്ത്രിയെ അറിയിച്ചു. പ്രധാനമന്ത്രി വലിയ കോർപ്പറേറ്റുകളുടെ പക്ഷത്തേക്ക് ചായുന്നു എന്നാണ്
ജഗ്മീത് സിംഗിൻ്റെ ആക്ഷേപം. 338 സീറ്റുകളുള്ള പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് 156 സീറ്റുകളുണ്ട്. 24 സീറ്റുകളുള്ള ജഗ്മീത് സിംഗ് പിന്തുണച്ചതുകൊണ്ടാണ് ട്രൂഡോയുടെ കക്ഷിക്ക് ഭരണം ലഭിച്ചത്. എന്നാൽ പിന്തുണ നഷ്ടപ്പെട്ടു എങ്കിലും പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ജസ്റ്റിൻ ട്രൂഡോ തയ്യാറായിട്ടില്ല. അടുത്ത സമ്മേളനത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയും അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാനാണ് ലിബറൽ പാർട്ടിയുടെ നീക്കം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഭരണകക്ഷി ദയനീയമായി പരാജയപ്പെടും എന്നാണ് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത്. ജനാധിപത്യ സർക്കാരുകളെ കമ്മിറ്റികളുടെ അഥവാ കമ്മീഷനുകളുടെ ഗവൺമെൻറ് എന്ന് പലരും വിമർശിക്കാറുണ്ട്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് മാത്രമാണ് ഇവിടെ ഭരണാധികാരിയുടെ ഏക യോഗ്യത. അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപിന് ഒരു ഭരണപരിചയവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് എംപിയും MLAയും ആയിരുന്നു എങ്കിലും EK നയനാർക്ക് ഒരു ഭരണപരിചയവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉയർന്ന യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഭരണകർത്താക്കൾക്ക് ഉപദേശങ്ങൾ നൽകുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ വിദഗ്ധന്മാരെ കമ്മീഷനുകളായി നിയമിക്കാനും അവരുടെ ഉപദേശം നേടാനും കഴിയും. അതുകൊണ്ട് ഭരണാധികാരിയുടെ കഴിവുകളും കുറവുകളും പരിഗണിക്കാതെ പോകുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമനുസരിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതിലെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാരിനുണ്ട്. എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ റിപ്പോർട്ട് എന്തിനു പൂഴ്ത്തിവെച്ചു എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യം കേരള സമൂഹത്തിൻ്റെ ചോദ്യമാണ്. ഇറാനിൽ നിർമ്മിച്ച മിസൈലുകൾ റഷ്യ ഉക്രൈനെതിരെ ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാസ്പിയൻ തുറമുഖത്തു നങ്കൂരമിട്ട ഒരു റഷ്യൻ ചരക്ക് കപ്പലിൽ ഈ മിസൈലുകൾ അടുക്കി വച്ചിരിക്കുന്നതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട്. മിസൈലുകളുമായി റഷ്യൻ കപ്പലുകൾ ഇറാനിൽ നിന്നും പുറപ്പെടുന്നതിൻ്റെയും റഷ്യയിൽ എത്തിച്ചേരുന്നതിൻ്റെയും ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാരകമായ ചില ആയുധങ്ങൾ അമേരിക്ക ഉക്രൈന് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ അനുമതി കൂടാതെ ഇത് ഉപയോഗിക്കരുത് എന്ന നിയന്ത്രണവും ഉണ്ടായിരുന്നു. എന്നാൽ ഇറാന്റെ ക്രോസ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ റഷ്യ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഉക്രൈനുമേൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തിങ്കളാഴ്ച നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഉക്രൈനിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം പൂർവാധികം ശക്തമായി തുടരും എന്നതിൻ്റെ സൂചനയാണ് ഈ തീരുമാനം. ബംഗ്ലാദേശിലെ കലാപങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഭാരത സർക്കാർ നിരീക്ഷിക്കുന്നത്. പഴയ പ്രധാനമന്ത്രി ഹസീനയുമായി അടുപ്പം പുലർത്തുന്ന മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയും പല പാർലമെന്റ് അംഗങ്ങളെയും ഇതിനകം തന്നെ ഇടക്കാല സർക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം നിയമങ്ങൾ ലംഘിച്ച് ഒരു ഏകാധിപതിയെപ്പോലെ ഹസീന ബംഗ്ലാദേശിനെ അടക്കി ഭരിച്ചു എന്നാണ് ആരോപണം. ഇതിനു സഹായിച്ചവരെ മാത്രമല്ല, ഭരണത്തിന് നേതൃത്വം നൽകിയ മുൻ പ്രധാനമന്ത്രിയെയും പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ തീരുമാനം. കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പുവെച്ചിട്ടുണ്ട്. തന്മൂലം ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറുക എന്നത് നിയമപരമായി ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ്.
ഇതിനായിട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും എന്നാണ് ബംഗ്ലാദേശ് അറിയിച്ചത്. ഇപ്പോഴത്തെ കലാപത്തെ തീർത്തും ആഭ്യന്തര വിഷയമായിട്ടാണ് ഇന്ത്യ കാണുന്നത്. എന്നാൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ നീക്കങ്ങൾ അവഗണിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം. പ്രിയ ജൻവാണി ശ്രോതാക്കളെ, ജൻവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അഞ്ചൽ പെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ പാനൂർ 670-692 എന്ന വിലാസത്തിലോ ജൻവാണി FM@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8714449000 എന്ന മൊബൈൽ നമ്പറിൽ SMS ആയോ അയക്കാവുന്നതാണ്. പോസ്റ്റലായി എഴുത്തയക്കുന്നവർ അവരുടെ പൂർണ്ണവിലാസവും ഫോൺ നമ്പറും എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അഞ്ചൽ പെട്ടി,